ഒരു ഹിന്ദുവിനെ മറ്റൊരു മതസ്ഥൻ ചീത്ത പറയുന്ന വീഡിയോയാണ് ഇഷ്ടമെന്ന് അവൻ മനസ്സിലാക്കും. ആ ട്രെൻഡ് അത് മനസ്സിലാക്കിയിട്ട് അത്തരം വീഡിയോകളായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടുക. അത്തരം കമ്മ്യൂണിറ്റിയുടെ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് തുടർന്ന് മുഴുവൻ കിട്ടുക. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? നമ്മൾ എന്ത് നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഹിന്ദുവിനെ ചീത്ത പറയുന്ന കിട്ടുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് മുസ്ലിമിനെ ചീത്ത പറയുന്ന കുറെ ആളുകളുടെ വീഡിയോ ആയിരിക്കും വേറൊരാൾ കാണുന്നത്. അവന് തുടർന്ന് കിട്ടുന്നത് മുഴുവൻ ഈ മുസ്ലിമിനെ ചീത്ത പറയുന്ന കമ്മ്യൂണിറ്റിയുടെ വീഡിയോസ് ആണ്. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ആൽഗോരിതം, അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോ എക്സസൈസ് ഇഷ്ടമുള്ള ഒരാളാണ്, ബോഡി ബിൽഡിംഗ് ഇഷ്ടമുള്ളതാണെങ്കിൽ ബോഡി ബിൽഡിങ്ങിന്റെ 2 വീഡിയോ നിങ്ങൾ കണ്ടെന്നിരിക്കട്ടെ, തുടർന്ന് വരുന്നത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ബോഡി ബിൽഡിങ്ങിന്റെ ആയിരിക്കും. അതിന്റെ അർത്ഥം ലോകത്ത് വേറെ ആരും വേറൊന്നും ചെയ്യുന്നില്ലെന്നാണോ? ഈ മണ്ടൻ വിശ്വസിക്കുകയാണ് ലോകത്ത് എല്ലാവരും ബോഡി ബിൽഡിങ്ങേ മാത്രമേ ഉള്ളൂ, ഈ യൂട്യൂബ് തുറന്നാൽ ബോഡി ബിൽഡിങ്ങേ ഉള്ളൂ എന്ന് അവൻ ചിന്തിച്ചാൽ ആ മണ്ടനെ പിന്നെ എന്ത് പറയാനാ? ആ മണ്ടൻ അങ്ങനെ ഇപ്പം അതിൽ നിന്ന് മാറ്റാൻ അവരുടെ നേതാക്കന്മാർക്കോ സമുദായ നേതാക്കന്മാർക്കോ ഒന്നും ശ്രമിക്കാറുമില്ല, അവരൊന്നും ശ്രമിക്കാറുമില്ല.